ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനോഹരമായ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കാം, മനുഷ്യർ നട്ടു വളർത്തി പരിചരിക്കുന്ന, വളവും വെള്ളവും കൊടുക്കുന്ന ചില വൃക്ഷങ്ങൾ നമുക്ക് ഇപ്പോൾ ചക്ക അതുപോലെ തന്നെ മാവ്, മാങ്ങയ്ക്കൊന്നും നമ്മൾ ആരും നട്ടു നനച്ച് വെള്ളം കൊടുക്കാറില്ല. അത് തനിയെ പ്രകൃതിയിലുണ്ടായി. എന്നാൽ തെങ്ങ് അതിന് വളമിട്ട് വെള്ളം നൽകി, അങ്ങനെയുള്ള ചില വൃക്ഷലതാദികൾക്ക് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ വളരെ കരുതൽ കൊടുക്കേണ്ട ചിലതുണ്ട്. ചിലതെല്ലാം തനിയെ വരുന്നു. അതുപോലെ നമ്മൾ ഫ്ലവേഴ്സ്, പൂക്കൾ നോക്കുമ്പോൾ അതിൽ ചിലത് മനോഹരമായ പൂക്കളാണ്, ദേവാലയം വരെ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നു. ചിലത് മനുഷ്യൻ്റെ ശ്രദ്ധയിൽ തന്നെ പെടുന്നില്ല, ആരും അതിനെ പരിഗണിക്കുന്നില്ല, കണക്കാക്കുന്നില്ല, ആ പൂക്കളെ ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. ഇങ്ങനെ വ്യതിരക്തത നിറഞ്ഞ ഈ പ്രപഞ്ചത്തിലെ ഭൂമിയിലെ നമ്മൾ മനുഷ്യ മക്കളും അതുപോലെ തന്നെ പല ചിന്താഗതികളും, പല ബുദ്ധിയുടെ അളവുകൾ, അതുപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ തോത്, ദൈവവിശ്വാസം, ഇങ്ങനെ ഒരുപാട് വ്യതിരക്തത കാണാനായിട്ട് സാധിക്കും. എല്ലാവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, അധികാരികൾ അധീനരെ ശ്രദ്ധിച്ചും അധീനർ അധികാരികൾക്ക് കീഴ്വഴങ്ങിയുമൊക്കെ വളരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും പങ്കുവെച്ചും ചിരിച്ചും ചിരിപ്പിച്ചുമൊക്കെ ഒരുപാട് നമ്മൾ എല്ലാവരുമായിട്ട് സന്തോഷത്തോടെ കഴിയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എന്ന കുടുംബം എത്ര മനോഹരമായി തീരുന്നു. ഈ ലോകം തന്നെ നമ്മുടെ തറവാട് കുടുംബമായിട്ട് കാണാം, ദൈവത്തെ അപ്പനായിട്ട് കണ്ട്, സഹജരെ കൂടെ പിറപ്പുകളായി കണ്ട്, ഈ പ്രപഞ്ചത്തെ ദൈവത്തിൻ്റെ കരവേലയെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആമേൻ.